കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 54 കോടി രൂപ വരവും 52 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചു. നിരവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് പ്രസിഡന്റ് PIM ബഷീർ പറഞ്ഞു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അവതരിപ്പിച്ചത്. 54 കോടി രൂപയാണ് വരവ് പ്രതീക്ഷിക്കുന്നത്. 52 കോടി രൂപ വികസന സേവന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കും. ഭവന നിർമ്മാണത്തിന് 9 കോടിയോളം രൂപയും ഉൽപാദന മേഖലയ്ക്ക് 2.25 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 30 കോടി രൂപ നീക്കിവെച്ചു. റോഡുകൾക്കും മറ്റ് ഗതാഗത സൗകര്യങ്ങൾക്കുമായി 4 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വരവ് 52 കോടി 8,80,000. ആകെ വരവ് 54 കോടി 10,75,892. ആകെ ചെലവ് 52 കോടി 2,86,000. നീക്കി ബാക്കി 2 കോടി 7,89,892. വരവുകൾ മുൻബാക്കി 2 കോടി 1,87,892. നികുതി ഇതര വരുമാനം 18,35,000. ജനറൽ പർപ്പസ് ഗ്രാന്റ് 88,67,000. വികസന ഫണ്ടിൽ പ്ലാൻ ഫണ്ട് 5 കോടി 99,76,000. SCP 1 കോടി 55,100,000. TSP 50,10,000. മുഴുവൻ അങ്കണവാടികളും സ്മാർട്ടാക്കുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി ഈ വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മാറുമെന്ന് പ്രസിഡന്റ് PIM ബഷീർ പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലത്തെ മാറ്റിയെടുക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നൂതനമായ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ മുൻപന്തിയിലാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും പ്രസിഡന്റ് അവകാശപ്പെട്ടു. പ്രത്യേകിച്ച് ഉയർന്ന ജനസാന്ദ്രതയുള്ള ദീർഘദൂര പരിധിയുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടിവെള്ളത്തിനും ശുചിത്വത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ തന്നെ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടിവെള്ള സ്രോതസ്സുകൾ നവീകരിക്കുന്നതിനും കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ അത് പരിഹരിക്കുന്നതിനും വേണ്ടി മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് കഴിഞ്ഞ 4 വർഷക്കാലവും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷവും അത്തരത്തിൽ തന്നെയുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി. ആ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 50 ലക്ഷത്തോളം രൂപ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത് ഫോറസ്റ്റ് NOC ലഭിക്കാത്തതിൻ്റെ പേരിലാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം ഫോറസ്റ്റ് NOC ലഭിക്കുന്ന മുറയ്ക്ക് ആ പദ്ധതി കൂടി ഇവിടെ പൂർത്തീകരിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജി K വർഗീസ്, ജിജി ഷിജു, ജെസി സാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോറമ്പേൽ, മെമ്പർമാരായ നിസാമുൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, KK ഗോപി, MA മുഹമ്മദ്, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, ആഷ ജെയിംസ്, BDO CO അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു.